കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ സായാഹ്ന വേളയിൽ പ്രത്യേക റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും പ്രത്യേകിച്ച് ഈ സായാഹ്ന വേളയിൽ ദൈവവചനം പ്രസ്താവിപ്പാൻ ഇങ്ങനെ ലഭ്യമായിരിക്കുന്ന ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നതോടൊപ്പം റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സിസ്റ്ററോടും കുടുംബത്തോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറ്റ് അഡ്മിന്മാർ ഇതിൻ്റെ സഹകാരികളും അംഗങ്ങളുമായി വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ആത്മീക ശുശ്രൂഷ അതിൻ്റേതായ നിലയിൽ നേതൃത്വം കൊടുക്കുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് റോസ് ഫാമിലി എന്നുള്ളത്. നിശ്ചയമായും ദൈവം ഈ ഗ്രൂപ്പിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സായാഹ്ന വേളയിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ നാം കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവവചനത്തിന് വളരെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ നിലയിൽ ഇത് പ്രഘോഷിക്കുന്നത്. വചനത്തിൻ്റെ വ്യക്തമായ സത്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. ഈ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുവാൻ നമുക്ക് ഹൃദയംഗമായി കുലങ്കുഷമായ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സാവകാശങ്ങളുമുണ്ട്. സുവിശേഷ പ്രതികൾ, ബൈബിൾ പ്രതികൾ, ദൈവവചനം എന്ന് വേണ്ട അതിനെ അധീകരിച്ചുള്ള അനവധി പുസ്തകങ്ങൾ, വാദപ്രതിവാദങ്ങൾ പോലെ തോന്നുന്ന പുസ്തകങ്ങൾ പോലും ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങളെ മാറ്റുരയ്ക്കുന്ന അനവധി ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിനെതിരായും അനുകൂലമായും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. പക്ഷേ സത്യം നമ്മുടെ കൺമുൻപിൽ മലർന്നു കിടക്കുകയാണ്. ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യത്തെ പിൻപറ്റുവാനും തിരിച്ചറിയുവാനും കഴിഞ്ഞതുകൊണ്ട് ഈ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ ശക്തമായ നിലയിൽ പ്രസംഗിക്കുന്നത്. ഇത് ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടണമെന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ അരുളി ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ലോകം മുഴുവൻ ആമേൻ ഒരു വാക്കിൽ വിളിച്ചു വരുത്തിയ, ആഴിയെയും ഊഴിയെയും തരികളെയും താരങ്ങളെയും നിർമ്മിച്ച വലിയവനായ ദൈവം തൻ്റെ വചനം ലോകം മുഴുവൻ, മനുഷ്യൻ മുഴുവൻ അറിയണമെന്നുള്ള തൻ്റെ ആ വ്യക്തമായിരിക്കുന്ന ആജ്ഞ, ആ വലിയ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോസ്തലന്മാരത് ആരംഭിച്ചു. ലോകം മുഴുവൻ ഇന്ന് പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ സായാഹ്ന വേളയിലും ഈ ശബ്ദം മുഴക്കുവാൻ ഞങ്ങൾക്ക് ഹൃദയത്തിൽ അതിയായ താല്പര്യമുള്ളത് ഇത് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞാൻ ശുശ്രൂഷിപ്പാൻ താല്പര്യപ്പെടുന്ന വിഷയം വിശുദ്ധ ബൈബിളിൽ നിന്ന് സ്തോത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 33-ാമത് വാക്യം ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 33-ാമത് വാക്യം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവി. അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു. നിയറസ്റ്റ്, ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ദൈവവചനത്തിൽ പറയുന്ന ചില സംഭവങ്ങളാണ് എൻ്റെ ചിന്താവിഷയം. അതിൽ അതിപ്രധാനമായ വാതിക്കൽ ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവാണ്.
അവൻ വാതുക്കലായിരിക്കുന്നു. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്തുവാ? യേശുവിന്റെ മടങ്ങിവരവ്. ഒരിക്കൽ അമേരിക്കൻ സെനറ്റ് കൂടിയപ്പോൾ അവര് പല കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഒരു പ്രധാന വിഷയം സംസാരിച്ചത് അടുത്തതായി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ആ സെനറ്റ് കൂടിയവരിൽ പലരും അഭിപ്രായപ്പെടുവാനായിട്ട് ഒരു ആലോചന അതിനകത്തിട്ടു. അപ്പോൾ അതിൽ പ്രധാനമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയം, അടുത്ത ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. അതെ, നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും അടുത്തായിട്ടുള്ള, വാതുക്കലായിട്ടുള്ള, ഏറ്റവും സമീപമായിട്ടുള്ള ഒരു സംഭവമാണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം, ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ പ്രവാചകനായ കർത്താവായ യേശു ക്രിസ്തു പ്രവചിച്ചിട്ടുള്ള പ്രവചന ഭാഗങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ, പഠിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ ലോകത്തിൽ പലരും ജീവിച്ചിരുന്ന പലരും പല പ്രവചനങ്ങൾ നടത്തിയ ചരിത്രം നമുക്കറിയാം. ഈ അടുത്ത സമയത്ത് റയോറ്റസക്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവർ പറഞ്ഞ പല പ്രവചനങ്ങളും നിറവേറിയെന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ജപ്പാനിലുള്ള ആ സ്ത്രീ പറഞ്ഞ ഒരു വലിയ സംഭവം ജപ്പാന് നടക്കുകയുണ്ടായി. ചില ദിവസങ്ങൾ ആളുകളെല്ലാം വിഷമത്തിലായി, വ്യോമഗതാഗതമെല്ലാം അടച്ചു, വലിയ സുനാമി തിരകളും കൊടുങ്കാറ്റുകളും ഭീകരമായ സംഭവങ്ങളുമൊക്കെ വരുമെന്ന് അവർ പ്രവചിച്ചു. പക്ഷേ അവരുടെ പ്രവചനം പോലെ ഒന്നും നടന്നില്ല. നമുക്കറിയാം, അത് കാറ്റിൽ പറത്തി എങ്ങോ മാറിപ്പോയതുപോലെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആളുകളെല്ലാം ഭയഭ്രാന്തരായി, ആകപ്പാടെ പേടിച്ചു. എന്താ സംഭവിക്കും എന്ന് അറിയാതെ. കാരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ചിലതെല്ലാം നിറവേറി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ ഈ സംഭവം മാത്രം ഒന്നും നടന്നില്ല. ആകപ്പാടെ അവസാനം വ്യോമ ഗതാഗതമെല്ലാം അടച്ചതിൻ്റെ വലിയ നഷ്ടം ജപ്പാനുണ്ടായി എന്ന് ഞാനതിൻ്റെ കണക്ക് വായിക്കുകയുണ്ടായി. ഏതായാലും വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില പ്രവചനങ്ങളൊക്കെ പറയുന്ന ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ ത്രികാലജ്ഞനായ ദൈവം, കാലാതീതനായ ദൈവം, ഒന്നുകൂടെ പറഞ്ഞാൽ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ, നമ്മൾ ആദിയെന്ന് എവിടെ വെക്കുന്നുവോ അതിനപ്പുറത്ത് അനാദിയായി ദൈവമായിരുന്നവൻ, കാലത്തെ മുഴുവൻ വിവേചിക്കുന്നവൻ, സകല കാലങ്ങളും നന്നായി അവനറിയാതൊരു കാലം ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ആ കർത്താവ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളാണ് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം. സവിസ്താരമായിട്ട് ആ ഭാഗത്തേക്ക് കടന്നു പോയാൽ എനിക്ക് എൻ്റെ വിഷയം പറഞ്ഞ് തീർക്കാൻ സമയം പോരാതെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ കമ്പിവാചകം പോലെ വേഗം പറഞ്ഞ് മുൻപോട്ട് പോകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവാണ് ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ പ്രവാചകൻ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലും മർക്കോസ് 13-ാം അധ്യായത്തിലും ലൂക്കോസ് 21-ാം അധ്യായത്തിലും നിങ്ങൾ പഠിച്ചു നോക്കൂ, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിലാണ്. യേശു മടങ്ങി വരും. യേശുവിന്റെ മടങ്ങിവരവ് ഇന്ന് ലോകം പ്രതീക്ഷിക്കുന്ന, പ്രത്യേകിച്ച് ദൈവമക്കളുടെ ശുഭകരമായ പ്രത്യാശയാണ്. യേശു മടങ്ങി വരുമോ? മടങ്ങി വരും. യേശു മടങ്ങി വരും. എന്താ തെളിവ്? എന്നാ? എപ്പോഴാ? അതിനല്ലേ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ഈ പുസ്തകം തെളിവ് തരുന്നത്. വ്യക്തമായ തെളിവാണ്. ചുമ്മാ അങ്ങനെയാ ഇങ്ങനെയാന്നൊന്നും പറയുകയല്ല. ദൈവവചനത്തിന്റെ വ്യക്തമായ തെളിവുകളാണ് യേശുവിന്റെ മടങ്ങി വരവ്. അവൻ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തുകൾ തെളിയിച്ചിരിക്കുന്നത്. ആമേൻ. അതിനെ നമ്മൾ തിരിച്ചു പഠിച്ചാൽ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ,
യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിക്കുന്ന ഒരു ചിന്താവിഷയമാണ് പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കി ചില അടയാളങ്ങൾ നിങ്ങൾ കാണും. കടലിന്റെ ഓളങ്ങൾ നിമിത്തം മനുഷ്യന് നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകും. അപ്പൊ ഈ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിക്കുന്നതാണ്. രണ്ട്, ഇന്നത്തെ രാഷ്ട്രങ്ങളിലെ മാറ്റങ്ങൾ. നമുക്കറിയാം, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും സഹിതം ഇന്ന് തമ്മിൽ നടത്തുന്ന ആ നിലകളിലുള്ള രാഷ്ട്രീയമായ അന്യോന്യമുള്ള പൊരുതുവാനുള്ള ആ നിലകളിലുള്ളതായിരിക്കുന്ന ബദ്ധവൈരികളായി ഇന്ന് രാഷ്ട്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ഈ നിലകളിലുള്ളതായിരിക്കുന്ന അനുഭവങ്ങളെയും അതിൽ രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് വരെ എടുത്തു പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അന്ത്യകാലത്ത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പോകുന്ന രാഷ്ട്രങ്ങൾ ഏതാണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം ബൈബിളാണ്. ഇപ്പോൾ ആ ഭാഗമല്ലല്ലോ എന്റെ വിചിന്തനത്തിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. വരുവാൻ പോകുന്ന മഹായുദ്ധങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങൾ ചേരിതിരിഞ്ഞ് ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളെ കുറിച്ച് ഈ പുസ്തകം പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്ത് ഉണ്ടാകുന്ന യുദ്ധത്തെ കുറിച്ച്. മൂന്നാമത് പറയാം, ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികൾ. എന്തിനാണ് ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളൊന്ന് എടുത്തു നോക്കിയേ. മനുഷ്യനിന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ നോക്കിയേ. സ്വയസ്നേഹികളായി, വമ്പ് പറയുന്നവരായി, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി. തീമോഥെയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വിശദീകരിക്കാനുള്ള സമയം എന്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ആകപ്പാടെയുള്ള പുഴുക്കുത്തുകളും ഇന്നത്തെ തകർച്ചകളും ഇന്നത്തെ അനുസരണമില്ലായ്മയും തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയും കുടുംബ ബന്ധങ്ങളും ഇതെല്ലാം അവസാന കാലത്ത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്തിനേറെ ഇന്നത്തെ ഏറ്റവും വലിയ ആരാധനയിലും ആത്മീക ശുശ്രൂഷയിലും മുന്നേറ്റത്തിൽ മുൻപിൽ നിൽക്കുന്ന ദൈവസഭയ്ക്കകത്ത് സംഭവിക്കുന്ന ചില മൂല്യച്യുതികളെ കുറിച്ച് ഈ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തിന് വേണ്ടി നിന്നവർ വിശ്വാസത്യാഗം സംഭവിക്കുമെന്നും വിശ്വാസത്യാഗികളായി മാറുമെന്നും കേട്ടോ. അന്ത്യകാലത്ത് കർത്താവിന്റെ പേരെടുത്ത് ഞാൻ മശികയാണെന്ന് പറഞ്ഞ് അനേകർ എഴുന്നേക്കുമെന്നും എത്ര പേരെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും. അനവധി ആളുകൾ ഞാനാണ് മശിക എന്ന് പറഞ്ഞ് അനവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് യേശുവാണ് ഞാനെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കൂടെ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞ പുള്ളികൾ ഒത്തിരിയുണ്ട്. സ്തോത്രം. വിദ്വാൻ കുട്ടിച്ചൻ എന്ന് പറഞ്ഞ അഞ്ചൽ സഭക്കാരെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ അദ്ദേഹം യേശുവാണെന്ന് പറഞ്ഞില്ലെങ്കിലും യേശു വരുന്ന ഡേറ്റ് വരെ അദ്ദേഹം പ്രവചിച്ചു. വിദ്വാൻ കുട്ടി അദ്ദേഹം എഴുതിയ പാട്ടാണ് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശു ദേവനെ എന്നുള്ള മനോഹരമായ പാട്ട്. ആ ഡേറ്റ് വരെ പ്രവചിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. യേശു ഇപ്പൊ വരാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന്റെ സഭയിലെ ആളുകളെല്ലാം കൂടെ ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം അത് മനസ്സിലാക്കിയപ്പോൾ, ഞങ്ങൾ പഠിച്ച കൂട്ടത്തിൽ അതും പഠിച്ചപ്പോൾ വാസ്തവത്തിൽ അവര് എല്ലാം വിറ്റും നട്ടും എല്ലാം ത്യജിച്ച് യേശുവിന്റെ മടങ്ങിവരവ് അടുത്തല്ലോ, അതുകൊണ്ട് അതിനു വേണ്ടി കാത്തിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിനെ ആ സമയത്ത് പുള്ളി പറഞ്ഞ സമയത്ത് കണ്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ അവനെ നോക്കും കാണുകയില്ല താനും. അതിന് ഒരു വാക്യം പുള്ളി കണ്ടുപിടിച്ചു. പക്ഷേ അദ്ദേഹം കടന്നുപോയെങ്കിലും യേശുവിന്റെ മടങ്ങി വരവ് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഡേറ്റ് ഈ പുസ്തകത്തിൽ നിന്ന് ആർക്കും പറയാനൊക്കത്തില്ല, കാരണം അങ്ങനെ ഒരു ഡേറ്റ് കുറിച്ചിട്ടില്ല. പക്ഷെ തെളിവുകൾ, പ്രവചനത്തിന്റെ തെളിവുകൾ അനവധി ഇതിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അങ്ങനെ ഇറങ്ങും. ആ നിലകളിൽ ഇന്നും ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ നോക്കിക്കോ, ഞാനാ വലിയ പുള്ളി, യേശുവിനേക്കാളും വലിയ അഭിഷിക്തൻ ഞാനാണെന്ന് പറഞ്ഞ് ഇന്ന് അനവധി ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. യേശുവിനേക്കാളും വലിയ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയും. യേശുവിന് വിരോധമായ
അതിനെതിരായി നിൽക്കുന്ന ഒത്തിരി എണ്ണം ഇറങ്ങുമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. സഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്ന അധർമ്മം വർദ്ധിക്കുന്നത് കൊണ്ട്, ആത്മീക സ്നേഹം തണുത്തുപോയ അനുഭവങ്ങൾ, ദൈവിക സ്നേഹം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. അപ്പൊ സഭയുടെ ചില ഇന്നത്തെ പോക്ക്, എന്റെ യേശു മടങ്ങി വരും, അവൻ നിയറസ്റ്റായി ഏറ്റവും അടുത്തായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. സ്തോത്രം, സ്തോത്രം. എണ്ണി എണ്ണി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി തെളിവുകളെ നാം എടുത്തു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ കർത്താവ് നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. അമേരിക്ക കണ്ടുപിടിക്കാൻ പോയ ആ മനുഷ്യരെ നിങ്ങൾക്കറിയാമല്ലോ. അതിനപ്പുറത്ത് ഒന്നുമില്ല. ഈ മെഡിറ്ററേനിയൻ കടലിന്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പുറത്തോട്ട് കടന്നു പോകാൻ ആർക്കും കഴിയത്തില്ല. അതിനപ്പുറത്തൊന്നുമില്ല. ബിയോണ്ട് നോ മോർ എന്ന് എഴുതി വെച്ചിരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒന്നുമില്ല. എന്നാൽ ഈ മനുഷ്യനുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ അകത്തൊരു കപ്പൽ, ഇതിനപ്പുറത്തൊരു കരയുണ്ട്. അതേപോലെ എന്നറിയാമോ, ഒരു കപ്പലിൽ യാത്ര ചെയ്ത് അമേരിക്ക കണ്ടുപിടിക്കുവാൻ വേണ്ടി ഏതാണ്ട് 10-28 നാവികരോട് കൂടെ കടന്നുപോയ ചരിത്രമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ, യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം ദിവസങ്ങൾ കടന്നു പോകേണ്ടി വന്നു, ഒന്നും കാണുവാനില്ല. അങ്ങനെ ചെന്നപ്പോൾ കുറച്ച് പച്ചല തലപ്പുകൾ ഇങ്ങനെ ഒഴുകി വരുന്നു. ഞാനിതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ എഴുതിയത് വായിച്ചു. അപ്പൊ പച്ചലയുടെ തലപ്പുകൾ ഒഴുകി വരുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട്, വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങളില്ലെങ്കിൽ തലപ്പുകൾ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ കാണത്തില്ലല്ലോ. ഈ അടയാളം കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിനപ്പുറത്ത് പച്ചല ഉള്ള മനോഹരമായ വൃക്ഷലതാദികൾ ഇവിടെ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് പച്ചല തലപ്പുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത്, പച്ചല കൂട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നത്. പലയിടത്തും അവരത് കണ്ടു. ഞാൻ എന്തിനാന്ന് പറഞ്ഞു ചോദിച്ചാൽ, ഈ സ്ഥലം കണ്ടുപിടിക്കുവാൻ, അമേരിക്ക കണ്ടുപിടിക്കുവാൻ പോയ ഈ വ്യക്തി, ഈ ആളുകൾ ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സംഗതി കരയോട് അവരടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ചില അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുമ്പോൾ ദൈവമക്കൾ തലകളെ ഉയർത്തണം. അങ്ങനെയാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കുനിഞ്ഞിരിക്കാനല്ല, തല താഴ്ത്തിയിടാനല്ല, നമ്മുടെ തലകൾ ഉയർത്തേണ്ട സമയമായി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത് ഇന്ന് ഭൂമി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. മനുഷ്യ സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ചിന്തകൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാൻ കഴിയും. എന്നാൽ എൻ്റെ വിഷയം അതിനകത്തൂടെ കയറി മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യാവേളയിൽ ശക്തമായ ഭാഷയിൽ പറയുന്നു, ആമേൻ. ദൈവവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ഈ കാലത്തിന്റെ നടുവിൽ കാലിക സംഭവങ്ങളെ, ഇന്നത്തെ ചുവരെഴുത്തുകളെ ഒരുപോലെ നാം മനസ്സിലാക്കിയാൽ, ഇന്നത്തെ രാഷ്ട്രീയ പോക്കുകൾ, അതിൻ്റെതായിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ പോക്കുകൾ, പോരാ പ്രകൃതിയുടെ താളം തെറ്റൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവസഭയുടെ പോലും മൂല്യച്യുതികൾ, തകർച്ചകൾ, ദൈവജനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധപ്പതനങ്ങൾ, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും എന്റെ കർത്താവ് നിയറസ്റ്റായി ഏറ്റവും അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് എന്ന് ശക്തമായ നിലയിൽ ഈ രാത്രി സന്ധ്യാവേള ഞാൻ വിളിച്ചു പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് ഒരു കാലത്ത് ശക്തമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇന്ന് ആ പ്രസംഗം കുറവാ. ഒരു കൺവെൻഷനൊക്കെ നടന്നാൽ ഏറ്റവും ഒടുവിലത്തെ വിഷയം എന്ന് പറയുന്ന കർത്താവിന്റെ മടങ്ങി വരവാ. അത് കേട്ട പ്രത്യാശയോടെ ധൈര്യപ്പെട്ട് ദൈവമക്കൾ ആരാധിച്ച് ആത്മാവിൽ ബലപ്പെട്ട മടങ്ങി വരുന്നേ. ഇന്ന് കൺവെൻഷനൊക്കെ നടന്നാൽ പല തത്വങ്ങളും ചിന്തകളും അതും ഇതും ഒത്തിരി കാര്യങ്ങളൊക്കെയാ പ്രസംഗിക്കുന്നത്. പക്ഷേ എവിടേക്കെയോ ഈ മടങ്ങി വരവനോടുള്ള ബന്ധം ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുമാറുള്ള ചിന്തകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലരുടെ ജീവിതമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും, ഇനി ഒരു 10,000 വർഷം കൂടെ ഇവിടെ ജീവിച്ച കർത്താവ്
വരികയെന്നുള്ള ചിന്തയിലാവരെ. കൊട്ടാരം പണിയാമെങ്കിൽ അത് പണിയുന്നു, ബിസിനസ് ചെയ്യുന്നു, ഇതൊന്നും ചെയ്യേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഒരു കാര്യം പറയാം, നിന്റെ വേരിവിടെ ഉറയ്ക്കരുത്. സ്തോത്രം. കാരണം കർത്താവ് വരുമ്പോൾ ഇവിടുന്ന് പറക്കാനിരിക്കുക, പറക്കാൻ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞങ്ങളെ ആ അപ്പച്ചൻ നിത്യതയിൽ ഇപ്പൊ വിശ്രമിക്കുക. ഒരു പ്രായമുള്ള അപ്പച്ചൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ അപ്പച്ചൻ ഇങ്ങനെ പാടുമായിരുന്നു, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ കറങ്ങിടുമേ ഞാനും, കറങ്ങിടുമേ ഞാനും. കറങ്ങിടുമെന്ന് പാട്ടങ്ങനെയല്ല, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും എന്നാ. പക്ഷെ ഇന്ന് പലരും പാടാൻ പോകുന്നത് കറങ്ങിടുമേ. കറങ്ങരുത് ഇവിടെ കിടന്ന്. കാരണം വേരിവിടെ അങ്ങോ ആഴത്തിൽ ഉറച്ചാൽ വലിയ പാടാ. എന്നാൽ ചില മരങ്ങളിൽ ചുറ്റിയിരിക്കുന്ന വള്ളി കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഇലയൊക്കെ വെച്ച് ഇങ്ങനെ മരത്തെ ചുറ്റി, പക്ഷേ അതിന് വേര് പിടിച്ചിട്ടില്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ വേര് പിടിക്കാത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം വേണമെന്ന്, ലോകം വേണ്ടെന്നല്ല, ഇതില്ലാതെ ഇവിടെങ്കിലും ജീവിക്കാനൊക്കത്തില്ല. ഒരു വള്ളം വെള്ളത്തിൽ കൂടെയാ പോകുന്നത്, പക്ഷെ വള്ളത്തിനകത്ത് വെള്ളം കയറിയാലോ കുഴച്ചില്ല. വെള്ളത്തിൽ കൂടെയാ പോകുന്നേ. വെള്ളമില്ലാതെ വെള്ളം പോവോ? പോകത്തില്ല. പക്ഷേ ഒരു കാര്യം, ഇതിനകത്ത് കയറാൻ പാടില്ല കേട്ടോ. ഇതിനകത്ത് കയറിയാലുള്ള കുഴപ്പം എന്നാ ചോദിച്ചാൽ മുങ്ങും മുങ്ങും മുങ്ങും. ഈ ലോകത്തിലൂടെയാ ദൈവപൈതൽ പോകുന്നത്, പക്ഷെ ലോകം നിന്റെ അകത്ത് കയറരുത്. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആകാശത്തൂടെ ഒത്തിരി പക്ഷികൾ പറന്നുപോയെന്ന് വരാം, പക്ഷെ നിന്റെ തലയെ കൂട് വെക്കാൻ സമ്മതിക്കരുതേ. ഒത്തിരി ചിന്തകളും ചിന്താഗതികളും ഒത്തിരി പരിപാടികളും ഒക്കെ പോകുന്നേ മേളിൽ കൂടെ. ഇതൊന്നുമില്ലാത്ത ലോകമല്ല. ഇവിടൊക്കെ എന്നതൊക്കെയാ നടക്കുന്നത്? ഇതെല്ലാം നടക്കുന്ന ലോകം. പക്ഷേ നിന്റെ തലയിൽ കൂട് വെക്കാൻ നീ അനുവദിക്കരുത്. അതിന്റെ കാരണം നീ ആരാ? സ്തോത്രം. ലോകത്തിൽ നിന്ന് വേർപെടുത്തി ദൈവം നിന്നെ തന്റെ വരവിന് വേണ്ടി ഒരുക്കി. ഈ ദിവസങ്ങളിൽ ലോകത്തോട് പറ്റുമാനം പാടില്ലാതെ ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ ആത്മാവിൽ ബലപ്പെട്ട് ദൈവശക്തിയിൽ നിറഞ്ഞ് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പ്രത്യാശയോടെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് പറയാനുള്ളത്, എന്റെ കർത്താവ് നിയറസ്റ്റ് ആയിരിക്കുന്നു, അവൻ വരുമ്പോൾ ഞാൻ പറക്കും. സ്തോത്രം. ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു റോക്കറ്റിനേക്കാൾ വേഗത്തിൽ ഈ ലോകത്തിൽ എന്റെ വേരുറയ്ക്കാതെ ആ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഇവിടെ നിന്ന് കുതിക്കുന്ന ആത്മാവിന്റെ കൃപയാണ് ദൈവപൈതലിന്റെ ആകത്തലങ്ങളിൽ ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. ആ പ്രത്യേകമായ നിറവ് പ്രാപിച്ച ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഏറ്റവും അടുത്ത സംഭവം, അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. 2 ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. ഏറ്റവും അടുത്ത ഒന്ന് കർത്താവിന്റെ വരവാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? പക്ഷേ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പൊ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് മനുഷ്യന്റെ അടുക്കൽ കിടക്കുന്നത് എന്തുവാ? പാപം. പാപം. ചില ആളുകൾ പറയാറുണ്ട്, ഉപദേശിമാര് ചുമ്മാ ഇങ്ങനെ പാപം 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 എന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കുക, മനുഷ്യനെ പാപിയെന്ന് വിളിക്കരുതെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള തത്വചിന്തയുണ്ട്. പാപി എന്ന് വിളിച്ചാൽ ഇവൻ വല്ലോ പാപിയായി പോയെങ്കിലോ. ഈ പണ്ടൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഈ ചന്ത ആളുകൾ ഇങ്ങനെ സാധനം വാങ്ങാനും കൊടുക്കാനും ഒക്കെ വരുന്ന ഈ ചന്തയിലുണ്ടല്ലോ, കൊലയും ചുമന്നുകൊണ്ട് വിൽക്കാനായിട്ട് വരുന്നവനെ കൊല 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 എന്നാ വിളിക്കുന്നത്. അവന് വേറെ അറിയാൻ മേല.
അവനെ വിളിക്കുന്ന കൊല 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 കൊല. ആ, പാവയ്ക്കായും കൊണ്ട് വിൽക്കാൻ വരുന്നവനെ വിളിക്കുന്ന പാവയ്ക്ക പാവയ്ക്ക പാവയ്ക്കാന്ന. അതേന്ന് കപ്പയും കൊണ്ട് വരുന്നവനെ കപ്പ 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 എന്നാ വിളിക്കുന്നത്. കാരണം ഇവന്റെ കയ്യിലുള്ള സാധനം ഏതാണോ അതാ ഇവന്റെ പേര്. ഇവ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ആ, ഇപ്പൊ അങ്ങനെയുള്ള ചന്തയും അങ്ങനെയുള്ള വിൽപ്പനയൊന്നും ഇല്ലെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ഇവരെന്താണോ ചുമക്കുന്ന ആ പേരില്ല ഇവൻ അറിയപ്പെടുന്നത്. ഇവൻ പാവയ്ക്ക കൊണ്ട് വന്നാൽ ഇവനെ വിളിക്കുന്ന പാവയ്ക്ക എന്ന്, കൊല കൊണ്ടുവന്നാൽ കൊലയെന്നേ വിളിക്കുകയുള്ളൂ. ആ, മത്തങ്ങയാണെങ്കിൽ മത്തങ്ങാന്നേ വിളിക്കുകയുള്ളൂ. ഇവൻ തിരിച്ചു ചോദിക്കുകയാണ് ആരാ മത്തങ്ങാന്ന് വിളിച്ച. ഇവൻ ചോദിക്കത്തില്ല. കാരണം ഇവരിത് വിൽക്കാൻ വന്നിരിക്കുക, ഇത് മേടിക്കാൻ വന്നവനാ ഈ വിളിക്കുന്ന മത്തങ്ങ എന്ന്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നീ ആരാണോ അതാ നിന്നെ വിളിക്കുന്നത്. ആ, പാപം നിന്നിലുള്ളത് കൊണ്ടാ വിശുദ്ധ ബൈബിൾ നിന്നെ പാപി എന്ന് വിളിച്ചിരിക്കുന്നത്, മാനവജാതിയെ പാപി എന്ന് വിളിച്ചിരിക്കുന്നത്. അതേന്ന് പാപം. പാപം എന്നതിന് ഗ്രീക്കിലെ ഒരു പദമുണ്ട്, ഹമാർഷ്യ എന്നാണ് ആ പദം. ഹമാർഷ്യ, ഹമാർഷ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക എന്ന ഹമാർഷ്യ. ഈ പുരാതന ഒളിമ്പിക്സിൽ അമ്പെയ്യുമ്പോൾ, അമ്പെയ്ത്ത് ഒരു വിനോദമായിരുന്നു നമുക്കറിയാം. അത് ആ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പെയ്യുമ്പോൾ ആ കൃത്യം പോയിന്റിൽ ഈ അമ്പ് പതിഞ്ഞില്ലെങ്കിൽ ഉടനെ അമ്പയറെ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, അമാർഷ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോയെന്ന്. നീ അമ്പയച്ചിട്ട് നേരെ പതിക്കേണ്ട ലക്ഷ്യത്തിൽ പതിക്കാതെ അമ്പ് മാറിപ്പോയത് കൊണ്ട് പറയുന്ന ഒരു പദമാണ് ഹമാർഷ്യ. അതേ പദമാണ് പാപത്തിന് കൊടുത്തിരിക്കുന്നത്, ഹമാർഷ്യ, ലക്ഷ്യം തെറ്റി. മാനവജാതി ലക്ഷ്യം തെറ്റിയെന്ന്. ലക്ഷ്യം തെറ്റി നമുക്കറിയാമല്ലോ. ദൈവവചനം പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഈ ബൈബിള് മാത്രമല്ല പാപത്തെ കുറിച്ച് പറയുന്നത്. ചിലർക്ക് ഉദാഹരണമുണ്ട്, ബൈബിള് മാത്രമാണ്, ഉപദേശിമാർ മാത്രമാണ് പാപത്തെ കുറിച്ച് പറയുന്നത്. എല്ലാ മതങ്ങളും പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനിൽ രൂഢമൂലമായിരിക്കും അവനെ അപരാധി എന്നും ദോഷം ചെയ്യുന്നവനെന്നും അവനിൽ രൂഢമൂലമായിരിക്കുന്ന പാപത്തെക്കുറിച്ചുമൊക്കെ ഹൈന്ദവ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചാൽ അവിടെയും പറയുന്നുണ്ട്. പാവോഹം പാവകർമ്മോഹം പാവാത്മാ പാപസംഭവ ത്രാഹിമാം പുണ്ടരികാക്ഷ സർവയജ്ഞേ ശരോഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപത്തിന്റെ ആത്മാവോടുകൂടി ആളാണ് ഞാൻ, പാപമാണ് എന്നെ ഭരിക്കുന്നത്, സർവയാഗങ്ങളുടെയും ഉടമയായ ദൈവമേ അങ്ങനെ ത്രാണനം ചെയ്താലും രക്ഷിച്ചാലും എന്നെപ്പോലൊരു പാപിയില്ല, അങ്ങേപ്പോലൊരു പാപപരിഹാരകനുമില്ല, അതുകൊണ്ട് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പാപം പാപം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് മാനവജാതി ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു പ്രത്യേക മതമൊന്നും വേണ്ട, ഒരു മതചിന്ത വേണ്ട. ഇന്ന് കാണുന്ന എല്ലാ തകർച്ചയ്ക്കും കാരണം പാപമല്ലേ? ഒരു രസത്തിനാ കുടി ആരംഭിക്കുന്നത്, രസത്തിനാ വലിയ ആരംഭിക്കുന്നത്. അതിന്റെ ഇതൊക്കെ വലിച്ച് വെള്ളോട്ട് വിടാനായിട്ട് രസത്തിന്. പണ്ടൊരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഈ വലിക്കുന്ന കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാധാരണ നമ്മുടെ ഫാക്ടറിയിൽ പുകക്കോളിൽ എവിടെ വെച്ചിരിക്കുന്ന അറിയാമെന്ന് ചോദിച്ചു. ഞാൻ ബീരിമേട്ടില്ല ജനിച്ചു വളർന്ന്, അതുകൊണ്ട് അവിടെ തേയില ഫാക്ടറി ഉണ്ടായിരുന്നു. പുകക്കോൾ ഏറ്റവും വെള്ള വെച്ച്. ഞാൻ ചോദിക്കും, നിങ്ങളുടെ മൂക്കിനകത്തൂടെയല്ലേ പുക വിടുന്നത്? അങ്ങനെയാണ് എൻ്റെ തമ്പുരാൻ പുക വിടാനായിരുന്നെങ്കിൽ നെറുകെ കൊണ്ട് വെച്ചേനെന്ന് പറഞ്ഞു. മൂക്ക് മൂക്ക് പുക വിടാനായിരുന്നെങ്കിൽ തമ്പുരാൻ എവിടെ വെക്കും? നെറുകെ വെക്കും. കാരണം പുക മേലോട്ട് വിടുന്നത്, എല്ലായിടത്തും പുക വിടുന്നത് മേലോട്ടാണ്. അപ്പൊ പുക വിടാനല്ല മൂക്ക്, ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു അങ്ങോട്ട് വിടുന്ന പുള്ളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛൻ എഴുതിയ ഒരു മനോഹരമായ പാട്ടുണ്ട് കേട്ടോ. ബിടി വലിക്കുന്ന ചേട്ട, വീമ്പിളക്കി നടക്കുന്ന ചേട്ട, വീണ്ടും വിചാരമുണ്ടോ വിവേകമുണ്ടോ? ബിടി വലിക്കണ ചേട്ട, വീമ്പിളക്കി നടക്കണ ചേട്ട, വീണ്ടും വിചാരമുണ്ടോ വിവേകമുണ്ടോ? ബീഡിയിലുണ്ടൊരു
ആ വിഷം നിക്കോട്ടിൻ, വില കൊടുത്തു വാങ്ങുകയാണ് ഈ നിക്കോട്ടിൻ, വില കൊടുത്തു വാങ്ങുകയാണ് ഈ നിക്കോട്ടിൻ. ഈ വലിച്ചു കയറ്റുന്ന വിഷമാണ് നിക്കോട്ടിൻ എന്ന് പറയുക സംഗതി. ഈ നിലയിലുള്ള വിഷവും ഇതൊക്കെ വലിച്ചു കയറ്റിയാലും ചേട്ടൻ പറയും, എൻ്റെ ഉപദേശി, ഒന്ന് സുഖിക്കണം, രസിക്കണം, കുടിക്കണം, ഇപ്പൊ നല്ല സമയമാ, ഊർജവും ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ള സമയമാ. ഇപ്പൊ ഒന്ന് പാവം അതിൻ്റെ തലയായ ശക്തിയോടുകൂടെ നിനക്കൊരു രസം തോന്നിയാലും നിന്റെ മേൽ വാഴുന്ന ശക്തിയാ പാപം. ഞാൻ ഒരു ഉദാഹരണം പറയാം. തുമ്പമണ്ണിൽ നിന്ന് ഒരു പെണ്ണിനെ കൊല്ലത്ത് വിവാഹം കഴിച്ചയച്ചു. തുമ്പമണ്ണിൽ നിന്ന് കൊല്ലത്ത് നീണ്ടകരയിലേക്കാണ് വിവാഹം കഴിച്ചയച്ചത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് ഒരു എഴുത്തെഴുതി, എനിക്കിവിടെ നിൽക്കാൻ മേലെ ഭയങ്കര മീൻവാടയാണ്, മീൻവാട. അതേല്ലേ, നീണ്ടകരയിൽ എല്ലാ വീറ്റ വാടയാന്നറിയാം. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പണ്ടൊക്കെ ഞങ്ങളവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, എനിക്കിവിടെ നിൽക്കുക, പുള്ളിക്കാരി പറയാ, ഈ നല്ല തുമ്പമണ്ണിൽ നിന്ന് വന്നതല്ലേ മീൻ. അതുകൊണ്ട് എനിക്ക് എപ്പോൾ തന്നെ വീട്ടിൽ വരണം, എനിക്ക് സഹിക്കാൻ മേല, നിൽക്കാൻ മേല, വലിയ കുഴപ്പമാണ്. അവർ പറഞ്ഞു, നിന്നെ കല്യാണം കഴിച്ചയച്ചതല്ലേ, നീ സഹിച്ചേ പറ്റുള്ളൂ. ഏതായാലും ഇവള് സഹിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പറഞ്ഞു, ഇത് വാടയാണ്, ഭയങ്കരമാണ്, പ്രയാസമാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് അവള് പറഞ്ഞു, ഇത് കുഴപ്പമൊന്നുമില്ല, വാട അവക്ക് ഒരു നല്ല മണമായിട്ടങ്ങ് മാറി. ഇതുപോലെ ആ പാപം പരിചയിച്ച് വരുമ്പോൾ ആദ്യം ഭയങ്കരമാണ്, പക്ഷെ പരിചയിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു നല്ല മണമായിട്ട് മാറി. അതെന്നെ പാപം ആദ്യം തുടങ്ങുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇവൻ ഇതിന് അഡിക്റ്റായി മാറുകയാണ്. ഒത്തിരി പേരെ എനിക്കറിയാം. ഞങ്ങൾ നിലയിലപ്പം പ്രവർത്തിക്കുമ്പോൾ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ദീർഘനാളുകൾ ചെറിയ പാമ്പിനെ കൊണ്ടുവന്ന് കൈ കൊത്തിച്ച് ഈ മയക്കുമരുന്ന് കയറ്റുമായിരുന്നു. അദ്ദേഹം കർത്തൃ രക്ഷിക്കപ്പെട്ടു, കുടുംബമായി കർത്തൃസന്ധി വന്നു, കർത്താവിനെ ആരാധിച്ചു. ചില നാളുകൾ കഴിഞ്ഞ് ഒരു രോഗിയായി മാറി. ഡോക്ടർമാർ പറഞ്ഞു, പാസ്റ്ററെ, ഇനി അധിക നാളുകൾ ജീവിക്കുകയില്ല, കാരണം ഇദ്ദേഹത്തിന്റെ ശരീരത്തെ നാളുകൾക്ക് പുറകിൽ ഈ നിലകളുള്ള മയക്കുമരുന്ന് അടിച്ചു കയറ്റി ശരീരം മുഴുവൻ അത് ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ഞങ്ങൾ അടക്കി. എങ്കിലും ഒടുവിൽ കർത്തൃസന്ധി വന്ന് ധീരനായ ഒരു സാക്ഷിയായിട്ട് അദ്ദേഹം കടന്നുപോയത്. അപ്പൊ മാരകരമായ ആ വിഷത്തിന്റെ ശക്തി നോക്കി അവന്റെ ജീവിതത്തെ അടിമപ്പെടുത്തി, അവന്റെ ജീവിതം തകർത്ത് ഒടുവിൽ യേശുവിനെ അറിഞ്ഞപ്പോൾ അന്ന് മുതൽ അതിനെയെല്ലാം വലിച്ചെറിഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടെങ്കിലും ഇതിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ വ്യാപരിച്ചിട്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടി വന്നു. അപ്പോ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി, അല്പം രസത്തിന് വേണ്ടി അടിക്കുന്ന ഈ സന്തോഷമുണ്ടല്ലോ, ഓർത്തോളം ഈ പാപത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തെ തകർക്കുന്നതാ. അത് നിന്റെ മുൻപിൽ, നിന്റെ വാതിക്കൽ, നിന്റെ അടുക്കലുണ്ട്. നീ അതിനെ കീഴ്പ്പെടുത്തണം. അത് നിന്നെ കീഴ്പ്പെടുത്താൻ പാടില്ല, നീ പാപത്തെ കീഴ്പ്പെടുത്തണം. ഏറ്റവും അടുത്ത് കിടക്കുന്ന പാപം, പാപത്തിന്റെ ശക്തി, അതിൻ്റെതായിരിക്കുന്ന താൽക്കാലിക സന്തോഷങ്ങൾ. ഒരു കോളേജ് കുമാരന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പനും അമ്മയും എല്ലാം ബലിരാജ്യത്താ, ഇഷ്ടംപോലെ പണം അയച്ചു കൊടുക്കും. ഇവൻ അവസാനം മയക്കുമരുന്നിന് അടിമയായി. ഒരു 3 നില കെട്ടിടത്തിന്റെ മുകളിൽ മയക്കുമരുന്ന് അടിച്ചിട്ട് ഇവന് തോന്നി ഒന്ന് പറന്നാ കൊള്ളാമെന്ന് തോന്നി. ഈ മയക്കുമരുന്നിന്റെ ആ അതിപ്രസരം അവന്റെ ശരീരത്തിലേക്ക് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവന് തന്നെ തോന്നി ഒന്ന് പറന്നാ കൊള്ളാം. 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പറന്നാ എങ്ങനെ ഇരിക്കും? അവസാനം ഡെഡ് ബോഡി കിട്ടി. സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പാപം
മയക്കുമരുന്നിന്റെ വേഷത്തിൽ, മദ്യത്തിന്റെ വേഷത്തിൽ, ആമേൻ എന്ന് വേണ്ട പല നിലകളിൽ മനുഷ്യനെ മതിക്കുന്ന ഈ ലോകത്ത് ഇന്ന് ഈ സായാഹ്നവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വ്യക്തമായി പറയട്ടെ, നിന്റെ വാതുക്കൽ, നിന്റെ നിയറസ്റ്റായി ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിലൂടെ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലൂടെ നിനക്ക് നൽകി തരുന്ന പാപത്തിന്റെ താൽക്കാലിക സന്തോഷമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തെ കാർന്നു തിന്ന് അവസാനം നരകത്തിലേക്ക്, നാശത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്നതാകയാൽ പാപത്തെ നീ കീഴ്പ്പെടുത്തണം. പാപം നിന്നെ കീഴ്പ്പെടുത്താൻ പാടില്ല. സ്തോത്രം. ഞാൻ വടക്കേ ഇന്ത്യയിൽ, സമയത്തിന്റെ പരിമിതി എന്റെ മുമ്പിലുണ്ടല്ലോ, വടക്കേ ഇന്ത്യയിൽ പാമ്പുകളി നടത്തിയ ഒരു വലിയ പാമ്പാട്ടിയുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി വലിയ ജംഗ്ഷനുകളിൽ അനവധി ചെറിയ കൂടയ്ക്കകത്ത് അനവധി പാമ്പുകൾ തനിക്കുണ്ട്. ഈ പാമ്പിനെ നിർത്തി വെച്ചുകൊണ്ട് പാമ്പുകളി നടത്തും. ഒരു ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ താന് ആ നിലകളിൽ ഇങ്ങനെയുള്ള മകടി ഊതുമ്പോൾ ഈ പാമ്പ് ഇറങ്ങി വരും. ആളുകളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും. പാമ്പിനെ കൊണ്ട് പലതും ഇദ്ദേഹം കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കളി എന്താണെന്ന് ചോദിച്ചാൽ, അവസാനത്തെ ഒരു കളിയുണ്ട്. ഈ കളി തീരാറാകുമ്പോൾ അതൊരു വലിയ പാമ്പ് ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹം മകടി ഊതിക്കലും ഇറങ്ങി വരും. ഇദ്ദേഹത്തിന്റെ കാല് മുതൽ തല വരെ ചുറ്റിയിട്ട് തലയുടെ മുകളിൽ പത്തി വിടർത്തി നിൽക്കും. ഇതായിരുന്നു കളി. ഇദ്ദേഹത്തോട് പലരും പറഞ്ഞു, ചേട്ടാ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഈ പാമ്പ് അവസാനം നിങ്ങളെ കൊല്ലും. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ ഒന്നും ചെയ്യത്തില്ല, കാരണം ഞാൻ പാല് കൊടുത്ത് വളർത്തുന്ന പാമ്പാ. എൻ്റെ വീട്ടിലെ എന്നെ പോലെ ഞാൻ പാല് കൊടുത്ത് വളർത്തുന്ന പാമ്പാണ്, കൊണ്ടു നടക്കുന്ന പാമ്പാണ്, അത് എന്നെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ സംഭവിച്ച കേൾക്കണമോ? ഒരു വലിയ ജംഗ്ഷനിൽ നടക്കുന്ന പാമ്പ് കളി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കൈയടിച്ചാട്ട് അവസാനത്തെ ഒരു കളി കൂടെ കാണാൻ പോകുക. എല്ലാവരും കൈയടിച്ചു. ആളുകളെല്ലാം ഇങ്ങനെ കുലങ്കുഷമായി നോക്കിയിരിക്കുമ്പോൾ ഇദ്ദേഹം മകടി ഊതി. ഈ വലിയ പാമ്പ് ഇറങ്ങി വന്നു. കാല് മുതൽ ചുറ്റാൻ തുടങ്ങി. ചുറ്റി തലയുടെ മുകളിൽ വന്നു പത്തി വിടർത്തി ആടാൻ തുടങ്ങി. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഒന്നുകൂടെ കൈയടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടെ കൈയടിച്ചാട്ടെ. സാധാരണ ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഈ പാമ്പ് ഭയമായിരുന്നു. പക്ഷേ അന്ന് ആ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ ഈ പാമ്പ് മുറുകി. ഇദ്ദേഹം കണ്ണു തള്ളാൻ തുടങ്ങി. ആളുകളെല്ലാം ഓർത്ത് അതും കളിയാന്ന് ഓർത്ത് കൈയടിച്ചു. എല്ലാവരും കൈയടിച്ചു. കാരണം കണ്ണു തള്ളി വന്നു. സംഭവിച്ചത് എന്താ? എല്ലുകളെല്ലാം പൊടിഞ്ഞ് നിമിഷങ്ങൾക്കകം അവിടെ പിടഞ്ഞു മരിച്ചൊരു ചരിത്രം. സ്നേഹിതരെ, ഈ വിരിയം പാമ്പ് പോലെയാ പാപം. നീ പാല് കൊടുത്ത് വളർത്തുന്ന പാപം അത് നിന്റെ ശരീരത്തെ മുഴുവനും വരിഞ്ഞു ചുറ്റി നിന്റെ അവയവങ്ങളെ ഉടച്ച് തകർത്ത്, നീ ഓർക്ക് ഒരു കുഴപ്പവും ഇല്ല, സന്തോഷമാ. എന്തൊരു സന്തോഷമാ! ഈ സന്തോഷം നിന്നെ അവസാനം വരിഞ്ഞു മുറുക്കി നിന്നെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. മദ്യപാനം മൃത്യുപാനമാണ്, അത് പാപമാണ്. നമ്മുടെ നേതാക്കന്മാരും ഗുരുക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മനുഷ്യൻ പാപത്തിൽ കളിക്കുക. അതൊരു വിരിയമ്പാമ്പിനെ പോലെ ചുറ്റി വരിക. അതുകൊണ്ട് സ്നേഹിതരെ, എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, പാപം നിന്റെ വാതുക്കൽ, നീ അതിനെ കീഴ്പ്പെടുത്തണം. പാപത്തിന്റെ മേൽ ജയമെടുക്കണം. ജയമെടുത്ത ഒരേ ഒരുവൻ ചരിത്രത്തിലുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെ പാപത്തിന്റെ മേൽ ജയമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപം അതിന്റെ തനതായ നിലയിൽ ശക്തിയോടുകൂടെ ഏറ്റവും നിയറസ്റ്റായി നിന്റെ ജീവിതത്തിന് നേരെ ഉന്നം വയ്ക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാപത്തിന്റെ മേൽ ജയമെടുക്കും വിജയിച്ച ഒരുവൻ നിന്നോട് കൂടെ ഉണ്ട്. അത് മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അടുത്തത്, ഏറ്റവും അടുക്കലുള്ളത് മരണമാണ്. മരണം, പാപം അടുത്തുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് ഏറ്റവും നമ്മുടെ സമീപത്തുള്ളത് മരണമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം എല്ലാം വിശദീകരിക്കാൻ സമയമെടുക്കത്തില്ല. അതിന്റെ 5-ാം അധ്യായത്തിന്റെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം എടുത്താട്ട് അതിന്റെ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ
നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കൽ ഉണ്ട്. കാൽ വാതുക്കൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? കുഴിച്ചിട്ടവരുടെ കാൽ എന്ന് പറഞ്ഞാൽ മരണം നിന്റെ അടുത്തുണ്ടെന്നാ പറഞ്ഞ്. ഇവിടുത്തെ ചരിത്രം നമുക്കറിയാമല്ലോ. അരന്യാസും സബീറയും കൂടെ നിലം വിറ്റു കേട്ടോ. ഒരു ബർണബാസ് നിലം വിറ്റ് അങ്ങേരെല്ലാം കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ വെച്ചപ്പോൾ പുള്ളിയെ അനുഗ്രഹിച്ചു. ആ നിലയിൽ സഭയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ബർണബാസ് ഉണ്ടായി. ചരിത്രം നമുക്കറിയാം. അപ്പോൾ പലരും വിറ്റ് കൊണ്ടുവരാൻ തുടങ്ങി. ഇവർ വിറ്റ് കൊണ്ടുവരാൻ തുടങ്ങിയെങ്കിലും കുറച്ചെടുത്ത് എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അപ്പോൾ പത്രോസ് ചോദിച്ചു, വിശദീകരിക്കുന്നില്ല, ഇത്രയ്ക്കോ വിറ്റത്? ഇത്രയ്ക്കേ ഉള്ളൂ. എടാ, കള്ളം പറയുന്നതിനാ, സത്യം പറഞ്ഞാൽ പോരെ. അപ്പോസ്തലനെ ഞങ്ങൾ ഇച്ചിരി മാറ്റി വെച്ചാ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്ന് ഞങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ടില്ല. ഈ സത്യം പറഞ്ഞ് ചാകണം കേട്ടോ. ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്, സത്യം പറഞ്ഞ് ചാകണം. ഛേദം വന്നാലും സത്യത്തിൽ നിന്ന് മാറാത്തവരായിരിക്കണം ദൈവമക്കൾ. അതെ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് പറഞ്ഞു വീണു, പുള്ളി പോയി. പുള്ളിയുടെ ഭാര്യയും വന്നു, ഇത്രയേ ഉള്ളൂ, ഇത്ര ആരും പോയി. ഇത് വാതുക്കെ നിൽക്കുക മരണമേ. ഈ അസത്യം കാണിച്ച്, അധർമ്മം കാണിച്ച്, ദൈവത്തിന് ചേരാത്തത് കാണിച്ച് നിന്റെ ഉള്ള അവസ്ഥ അറിഞ്ഞാ ദൈവം പ്രവർത്തിക്കുന്നത്. നീ ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളത് പറയാതെ കുറച്ച് മാറ്റി വെച്ചേച്ച് എല്ലാം കൂടെ ഉണ്ടെന്നും പറഞ്ഞ് ദൈവത്തെ കളിപ്പിച്ചാൽ മരണം, ഒന്നുകൂടെ പറഞ്ഞ ആത്മീക മരണം സംഭവിക്കുമെന്നുള്ളത് നീ മനസ്സിലാക്കണം. ഇന്നിങ്ങനെയൊക്കെ ചാകുമായിരുന്നെങ്കിൽ എൻ്റെ തമ്പുരാനെ എന്താ സ്ഥിതി. പക്ഷെ ചാകാതെ ജീവിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. തമ്പുരാനെ പറ്റിച്ച് ജീവിക്കുന്ന എത്ര വിശ്വാസികളുണ്ടെന്നറിയോ? അതെന്നെ. ഈ കോഴി മുട്ടയിടുമ്പോൾ കണ്ടോ, ഒരു ചെറിയൊരു മുട്ട ഇടുന്നുള്ളൂ, ഭയങ്കര ഒച്ചപ്പാടാ. ഒരു ചെറിയ മുട്ടയും. ആന പ്രസവിച്ചു, വലിയൊരു ആനക്കുഞ്ഞിനെ പ്രസവിച്ച ഒരനക്കവും ഇല്ലെന്നേ, ഒരനക്കവും. ഇതൊരു നഗരം കൊടുത്ത കർത്താവിന് അവിടെയും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു, എൻ്റെ അടുത്തും പറഞ്ഞു. ചില ആളുകളുണ്ട് എന്തായാലും കർത്താവിന് വേണ്ടി ചെയ്താൽ മതി, പിന്നെ നാനാ തുറയിലും പറഞ്ഞു. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, എനിക്ക് 2 വീട് കൊടുക്കാനുണ്ട്, പക്ഷേ അവരെ കുറിച്ച് എനിക്ക് പരസ്യം ചെയ്യണം. 2 വീടേ കൊടുക്കുന്നുള്ളൂ, എങ്കിലും ഞാൻ കൊടുക്കുന്നതായിട്ട് താക്കോല് കൊടുക്കുന്നത്, വീട്ടിനകത്ത് കയറി തീ കത്തിക്കുന്നത്, എൻ്റെ തമ്പുരാനെ വലം കൈ കൊടുക്കുന്നത് ഇളം കൈ അറിയരുതെന്ന് പറഞ്ഞ പുത്തോളത്തിൽ നിന്ന് പോയിട്ട് ഈ പുള്ളി 2 വീട് കൊടുക്കുന്നതിന് ഇത്രയും കടന്ന് വായിട്ടലക്കേണ്ട കാര്യമുണ്ടോ? തമ്പുരാനുള്ള പ്രതിഫലം പോയെന്നേ. പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, വല്ലോ കർത്താവിന് വേണ്ടി കൊടുക്കണമെങ്കിൽ സ്തോത്രം, ഉള്ളത് കൊടുത്തോണം, അനുഗ്രഹിക്കപ്പെടും. ഇല്ല, അത്രയും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തമ്പുരാനോട് പറ, കർത്താവ് അത്രയും ഞാൻ കൊടുത്തിട്ടില്ല, അത്രയും കൊടുത്തൊന്നും പറഞ്ഞ് വ്യാജപ്പണി നടത്തരുത്. വ്യാജം ഇറക്കരുത്. ദൈവസഭയ്ക്കകത്ത് വ്യാജമിറക്കിയാൽ നീ തട്ടിപ്പോവേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ തട്ടിപ്പോകാൻ ഇടയാകാതെ ദൈവസഭയ്ക്കകത്ത്, ദൈവജനത്തിന്റെ നടുവിൽ, ദൈവദാസന്മാരുടെ മുൻപിൽ, ശുശ്രൂഷയുടെ മുൻപിൽ നമുക്ക് ഉള്ളതുപോലെ മനസ്സ് തുറക്കാമെങ്കിൽ അത് അനുഗ്രഹമാണ്. ഉള്ളതെന്നെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. ഉള്ളതെന്നെ ഇത്രയേ ഉള്ളന്നേ, ഇത്രയും കഴിവുള്ളൂ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. ഇത് അത്രയല്ല, ഇത് മുഴുവൻ കൊടുത്തൊന്നും പറഞ്ഞ് വ്യാജപ്പണി നടത്തരുത്. വ്യാജമായിട്ട് ജീവിച്ചാൽ തമ്പുരാന്റെ കരം. ഇന്ന് ആർക്കും വിവേചനപരവും ഇല്ല, കൃപയില്ല. ഇന്നത്തെ പത്രോസന്മാര് ഉള്ളത് മേടിച്ച് പോക്കറ്റിലിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ അന്നത്തെ പത്രോസ് ആരായിരുന്നെന്നറിയാമോ? അവന് വ്യാപരിച്ച വിവേചനത്തിന്റെ കൃപ, ദൈവകൃപ അവന് മനസ്സിലായി. വന്നപ്പോഴേ ഇവനും ആരാന്ന് മനസ്സിലായി. ഇന്ന് ആ വിവേചനം നഷ്ടപ്പെട്ടു പോയി, ആ കൃപ പോയി, ആ ശക്തി പോയി. ഇന്നത്തെ പത്രോസന്മാര് മടങ്ങി വരട്ടെ, ദൈവകൃപ ഏറ്റെടുക്കട്ടെ. സഭയ്ക്കകത്ത് വന്ന ജനം കരഞ്ഞ് നിലവിളിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു, ദൂത് വെളിപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും സന്തോഷമായി, എന്നാ കാണിച്ചേച്ച് വന്നാലും. സ്തോത്രം. ഒരു കാര്യം ഇവിടെ പറയുന്നു, മരണം നിന്റെ വാതുക്കൽ.
എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. പക്ഷേ മരണത്തിൻ്റെ തണുത്ത കരം എപ്പോഴാണ് പിടിക്കുന്ന ആർക്കറിയാം? ഇന്നലെ 3 മരണം കൂടിയാളാണ് ഞാൻ. ഇന്നൊരിടത്ത് കൂടേണ്ടതായിരുന്നു, പക്ഷെ കൂടാൻ പറ്റിയില്ല. 3 മരണം അടുപ്പിച്ച്. എപ്പോഴാരാ എവിടെയാ മരിക്കുന്ന ആർക്കറിയാം? മരണം യാഥാർത്ഥ്യമാണ്. ഏറ്റവും അടുത്തുള്ള എന്താ? നിയറസ്റ്റായ അടുക്കൽ വാതുക്കൽ ഉള്ളത് മരണമാണ്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരാം, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഏറ്റവും അടുത്തുള്ളത് ആരാന്നറിയാമോ? യാക്കോബിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ആമേൻ ഓർക്കുക. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ആമേൻ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം, സ്തോത്രം, അതിന്റെ 5-ാം അധ്യായം 9-ാം വാക്യം. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതുക്കൽ നിൽക്കുന്നു. ന്യായവിധി വാതുക്കൽ നിൽക്കുന്നു. എടാ, ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ ഒരു ന്യായവിധി ഉണ്ടെന്ന്. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ദൈവമക്കൾക്ക് ആ ശിക്ഷാവിധി മാറിപ്പോയി. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തുവേശുവിനുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ജഡത്തെ രാഗമോങ്ങളോട് ഘോഷിച്ച് ആത്മാവിൽ ജീവിച്ച് ദൈവകൃപ അനുഭവിച്ച് അതിൻ്റെതായ നിലയിൽ മുന്നോട്ട് പോകുന്നവർക്ക് ആമേൻ ദൈവിക കോപത്തിൻ്റെ ന്യായവിധി മാറിപ്പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനിയുള്ളത് ഒരു പ്രതിഫല വിഭജനമാണ്. ന്യായവിസ്താര സഭയിൽ ദൈവമക്കൾ ന്യായം വിധിക്കപ്പെടുന്ന ദിവസമുണ്ട്. അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അന്ന് ദൈവമക്കൾക്ക് ന്യായവിധിയില്ല. ഏതാ? പിന്നെ ഇവർ ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലമുണ്ട്. പ്രതിഫലമുണ്ട്. 5 കിരീടങ്ങളുണ്ട് കേട്ടോ. 5 കിരീടം ഒന്നെങ്കിലും മേടിച്ച് വെക്കണേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതൊന്നുമില്ലാതെ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പാടിയിട്ട് അവിടെ ചെന്ന് വെറും ആത്മീയ നഗ്നനായിട്ടിരിക്കരുതേ. വല്ലതൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പ്രതിഫലം. സ്തോത്രം. അന്ന് വിസ്തരിക്കുമ്പോൾ ആത്മാക്കളെ നേടിയവർക്ക് കിരീടമുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചവർക്ക് കിരീടമുണ്ട് കേട്ടോ. ഇതൊന്നും ഞാനിപ്പോൾ എടുത്തെല്ലാം വിസ്തരിക്കുന്നില്ല. നല്ല പോലെ വരുന്നു ഓട്ടം തികച്ചവർക്ക് നീതിയുടെ കിരീടമുണ്ട് കേട്ടോ. യെസ്. അന്ന് ഒളിമ്പിക്സിൽ കൊടുത്തത് വാടുന്ന കിരീടമായിരുന്നു. എന്നാൽ വാടാത്ത കിരീടം ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ, വേദന സഹിച്ചവർ, ഭാരം സഹിച്ചവർ, നിന്ന സഹിച്ചവർ, പ്രതികൂലങ്ങൾ സഹിച്ചവർ, കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തവർ അന്ന് കിരീടങ്ങളോടുകൂടെ അവനോടുകൂടെ വാഴുന്ന ദിവസമുണ്ട്. അതൊരു ന്യായവിധിയുടെ ദിവസമാണ്. ദൈവമക്കൾക്കുള്ള ന്യായവിധി എന്ന് പറയുന്നത് ശിക്ഷാവിധിയല്ല. അത് സ്തോത്രം ഒരു പ്രത്യേക അനുഭവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, ഒരു ന്യായാധിപതി വാതുക്കൽ നിൽപ്പുണ്ട്. ആമേൻ. എന്നാൽ ഞാൻ പറയാം, പാപത്തെയും മരണത്തെയും ന്യായവിധിയെയും തട്ടിമാറ്റി ഇതാ ഒരുവൻ വാതുക്കൽ നിൽക്കുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. ഒരു ഭിക്ഷുവിനെ പോലെ. വെളിപ്പാട് പുസ്തകം 3:20. വാതുക്കൽ നിന്ന് ഒരുവൻ മുട്ടുന്നു. പാപത്തെ തട്ടിമാറ്റി, മരണത്തെ തട്ടിമാറ്റി, നിനക്ക് വരുവാൻ പോകുന്ന വലിയ പാപത്തിന്റെ ന്യായവിധിയെ തട്ടിമാറ്റി ഇതാ നിന്റെ ഹൃദയവാതുക്കൽ നിന്ന് ഒരുവൻ മുട്ടുന്നു. ഒരു ഭിക്ഷുവിനെ പോലെ. മകനെ, വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. എന്റെ സ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞേ? ഇമ്പസ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞേ? ഹൃദയവാതുക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. പാപത്തെ തട്ടിമാറ്റി, പാപത്തിന്റെ മേൽ ക്രൂശിൽ ജയമെടുത്ത്, മരണത്തെ ജയിച്ച്, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, ന്യായവിധിയുടെ മേൽ ജയം തന്ന് നിന്നെ അവൻ ദൈവമകനാക്കി തീർക്കുവാൻ നിന്റെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുന്നു. പറയാമോ, കർത്താവേ, ഞാനൊരു പാപിയാ? അനുതാപത്തോടെ ഏറ്റു പറയാമോ? പാപത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കാമോ?
മരണത്തിൻ്റെ മേൽ ജയമെടുത്തവനോട് ചേർന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാമോ? അവൻ എത്രയും വേഗം മടങ്ങി വരാൻ പോകുക. ആ മടങ്ങി വരവിൽ അവനോട് ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം നിന്നെ സമർപ്പിക്കാമോ? ഞങ്ങളുടെ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി, ഞങ്ങളുടെ ഈ റോസ് ഫാമിലി വഴി, ഈ ഫേസ്ബുക്ക് വഴി കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് രക്ഷിക്കുകയും വിടുതലിലേക്ക് നയിക്കുകയും ചെയ്യണമേ. അങ്ങോട്ട് വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ കൃപ തരണമേ. ശുശ്രൂഷകളെ മാനിച്ചല്ലോ ഈ ഗ്രൂപ്പിനെ പ്രത്യേകിച്ച് അനുഗ്രഹിച്ചാട്ട് ദാസിദാസന്മാരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.